ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ട ഒരു റെസിപ്പിയാണ് ചിക്കൻ കട്ട്ലറ്റ്. നല്ലൊരു ചിക്കൻ കട്ട്ലറ്റ് കാണിക്കാനായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് കഴിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ വളരെ നല്ല അഭിപ്രായം പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയാലും ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കിയാലും ഒക്കെ. അപ്പോൾ ഇന്ന് നല്ലൊരു ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പി തന്നെ ആയിക്കോട്ടെ അല്ലേ. ഇന്ന് ഞാൻ ഒരു 800 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് മാത്രമാണ് ഞാൻ ആദ്യം ഒന്ന് കുക്ക് ചെയ്യാനിടുന്നത് കേട്ടോ. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് 1 കപ്പ് വെള്ളവും ഒഴിച്ച് അതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കുവാണേ. ചിക്കന് ഒരുപാട് ഓവർ കുക്ക്ഡ് ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പം ഞാൻ ഇച്ചിരി വലിയൊരു പാനിലോട്ട് എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ്. കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നല്ലത് കോക്കനട്ട് ഓയിൽ തന്നെയാണ് കേട്ടോ. ഇതിപ്പം ഞാൻ 8 സാമാന്യം വലിപ്പമുള്ള സവോളയുള്ളി കുഞ്ഞായിട്ട് കുത്തിയരിഞ്ഞതും 1 ടീസ്പൂൺ ഉപ്പും 10-12 നല്ല എരിവുള്ള പച്ചമുളക് വളരെ പൊടിയായിട്ട് അരിഞ്ഞതും 2 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി വളരെ പൊടിയായിട്ട് അരിഞ്ഞതും 11-12 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റുവാണേ. 12 പച്ചമുളക് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ട് പേടിക്കേണ്ട, ഇവിടെ ഇടിച്ചിട്ട് നല്ല എരിവ് വേണം. അപ്പം നിങ്ങൾ ഒരു 9 പച്ചമുളക് എങ്കിലും വേണം കേട്ടോ. ഒരു സാമാന്യം എരിവ് വേണമല്ലോ കട്ട്ലറ്റിന്. 800 ഗ്രാം ചിക്കന് പിന്നെ അതിൻ്റെ ഉള്ളി പൊട്ടറ്റോ എല്ലാം കൂടെ വരുമ്പോഴേക്കും ഒരു 12-13 പച്ചമുളകെങ്കിലും ഉള്ളതാണ് ശരിക്കുമുള്ള ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ നിങ്ങൾ എരിവ് തീരെ ഉപയോഗിക്കാത്തവരോ കൊച്ചുകുട്ടികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്കറിയാലോ ഇത്രയും ഒരു കാരണവശാലും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടെ വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് വഴറ്റുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും മീഡിയമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ പോയി നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ആ ഒരു ചിക്കനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ വെള്ളം അങ്ങ് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി അഥവാ ആവശ്യത്തിന് കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നന്നായിട്ട് അങ്ങ് വറ്റിച്ചെടുക്കണം. അല്ലാതെ ആ വെള്ളം അങ്ങ് ഊറ്റിക്കളയരുത്. ചിക്കൻ്റെ അളവ് 850 ഗ്രാം ആയതുകൊണ്ട് അതിൻ്റെ ഏതാണ്ട് പകുതിയാണ് നമ്മൾ പൊട്ടറ്റോ അളവെടുക്കേണ്ടത് കേട്ടോ. ഞാനൊരു 500 ഗ്രാം പക്ഷേ എടുത്തിട്ടുണ്ട് കേട്ടോ. 500 ഗ്രാമിലും ഒരു കാരണവശാലും കൂടല്ലേ. ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടാതിരുന്നാൽ മതി. ഇപ്പം പൊട്ടറ്റോ നന്നായിട്ട് മയമായിട്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഒന്ന് പീൽ ചെയ്തിട്ട് ആ വഴറ്റി കഴിഞ്ഞാൽ ഉള്ളിയിലോട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് കട്ടയുടയ്ക്കണം. പക്ഷേ പേസ്റ്റ് പോലെ അങ്ങ് ആവാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ചെറിയ ചെറിയ കട്ട അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നതാണ് നല്ലത്. എല്ലാം അങ്ങ് പേസ്റ്റ് പോലെ ആക്കണ്ട. ഇപ്പം ചേർക്കുന്നത് വീണ്ടും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുഴുങ്ങി പൊടിച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഒരുപാട് വെന്തൊന്നും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ നല്ല തരിയായിട്ട് കിട്ടും. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് കുഴഞ്ഞു പോകുമേ. ഇനി ആ പൊടിച്ചതെല്ലാം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നല്ല ഒരു 1-2 പിടി മല്ലിയിലയും കൂടി ഇട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മല്ലിയിലയും പൊട്ടറ്റോയും ചിക്കനും എല്ലാം ഒരേപോലെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ. ഇനിയിപ്പോൾ നമുക്ക് കട്ട്ലറ്റ് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാമേ. ആദ്യം സാധാരണ ഞാൻ ചെയ്യുന്നത് എല്ലാം ഒന്ന് ഉരുട്ടി വെക്കും. ഉരുട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ സ്പൂണിൽ വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കാരണം വീട്ടിലെ പണ്ട് അമ്മച്ചി ചെയ്തിരുന്നത് ഈ ഷേപ്പിലായിരുന്നു കട്ട്ലറ്റ് ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ തന്നെ ചെയ്യാനാണ് ഇഷ്ടം. പക്ഷേ ഏറ്റവും എളുപ്പം നമ്മുടെ കൈവെള്ളയിലോ വെച്ചിട്ട് പെട്ടെന്ന് വട്ടത്തിലങ്ങ് ഉണ്ടാക്കിയെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വട്ടത്തിലുള്ള അച്ച് കിട്ടുമല്ലോ, അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുത്തിട്ട് മുട്ടയുടെ വെള്ളയിലും റൊട്ടിപ്പൊടിയിലും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യണേ. ഞാൻ സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരിച്ചിട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക ചെയ്യുന്നത്. എന്നിട്ട് എടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് ഒന്നുകൂടെ ഇനിയും കട്ട്ലറ്റ് എണ്ണയിലോട്ട് ഇടുമ്പം പൊട്ടിപ്പോകുമെന്ന് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഞാൻ ചെയ്യുന്നത് റൊട്ടിപ്പൊടിയിലും മുട്ടയുടെ വെള്ളയിലും ഒക്കെ മുക്കി വെച്ചാലും ഒന്നുകൂടെ ഞാൻ റൊട്ടിപ്പൊടിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടാണ് എണ്ണയിലോട്ട് ഇടുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടേ നമ്മൾ കട്ട്ലറ്റ് ഇടാവുള്ളേ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഇട്ട് കൊടുത്താൽ ഉടനെ തന്നെ അത് അനക്കി കൊടുക്കാനും നിൽക്കരുതേ. അതുപോലെ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കുമ്പം എപ്പോഴും മീഡിയം ഫ്ലെയിമിൻ്റെ മുകളിൽ തീ കാണണം കേട്ടോ. തീ കുറച്ചിട്ട് കഴിഞ്ഞാൽ അത് മുഴുവൻ പൊട്ടിപ്പോകുമേ. അതുപോലെ ഏതെണ്ണയിലാണോ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തത് അതേ എണ്ണ തന്നെ ഫ്രൈ ചെയ്യുന്നതാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ളത്. ഇനിയിപ്പം ഞാൻ ഒരു കട്ട്ലറ്റ് എടുത്തൊന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതേ റെസിപ്പിയിൽ നിങ്ങൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാകാതിരിക്കത്തില്ല. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. കട്ട്ലറ്റും സോസുമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള കോമ്പിനേഷൻ എന്നുണ്ടെങ്കിലും എനിക്കിഷ്ടം എന്നാണെന്നറിയാമോ, ഉള്ളി കനം കുറച്ചരിഞ്ഞിട്ട് കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് ഞെരടിയിട്ട് ആ ഒരു സാലഡും കട്ട്ലറ്റും കൂടെയുള്ള കോമ്പിനേഷൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്